കേരളത്തിൽ വീണ്ടും നിപ്പ എന്ന സംശയം. വളാഞ്ചേരി സ്വദേശിയായ 42-കാരി രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലാണ്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. KT സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ്, വീണ്ടും ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണോ നിപ്പയിൽ വരുന്നത്? അഷിത, 42 വയസ്സുകാരിയായ വളാഞ്ചേരി സ്വദേശിയാണ് നിലവിൽ ചികിത്സയിലുള്ളത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. പനി, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങളാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. ഇത് ഭേദമാകാത്തതിനെ തുടർന്നാണ് സ്രവ പരിശോധനയ്ക്കായി അയച്ചത്. പൂനെ വൈറോളജി ലാബിലാണ് സ്രവ പരിശോധന നടത്തുന്നത്. ഇവർക്ക് നിപ്പയാണെന്ന ഒരു സംശയം ആരോഗ്യ വകുപ്പ് പങ്കുവെക്കുന്നുണ്ട്. ഇതിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഒന്നും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. അതേസമയം ആരോഗ്യ വകുപ്പ് മന്ത്രി അല്പസമയത്തിനകം തന്നെ മലപ്പുറത്തേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആരോഗ്യ വകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഈ യുവതിയും അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയും ഉള്ളത്. സ്വാലിഹ, ഏതെങ്കിലും നിലയിലുള്ള ഹിസ്റ്ററി നിപ്പയുമായി ബന്ധപ്പെട്ടുണ്ടോ? ഇവർക്ക് യാത്രകൾ നടത്തിയിട്ടുള്ള ആളാണോ? അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. പ്രാഥമികമായി അവർ പനിയും ചുമയും ഒക്കെയായി ആശുപത്രിയിൽ എത്തിയതാണ്. പക്ഷെ ഇത് ഭേദമാകാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു സ്രവ പരിശോധന നടത്തിയത്. അപ്പോഴാണ് ഇത് നിപ്പയാണെന്ന ഒരു സംശയം ഉണ്ടാകുന്നത്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. അതേസമയം നിപ്പയാണെന്ന സംശയത്തിൽ ആരോഗ്യ വകുപ്പ് മറ്റു നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഇവരുടെ യാത്രകളും മറ്റും സംബന്ധിച്ച രേഖകളൊക്കെ സമാഹരിക്കേണ്ടതുണ്ട്. ഇവരുമായുള്ള കോണ്ടാക്ട് എല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തരം നടപടികളിലേക്കൊക്കെ വളരെ വേഗത്തിൽ കടക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. മറ്റാരെങ്കിലും ഈ രീതിയിൽ ചികിത്സയിലുണ്ടോ സ്വാലിഹ്? പ്രത്യേകിച്ചും ഈ 42-കാരിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളടക്കം ആർക്കെങ്കിലും പനിയോ അതുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങളോ ഉണ്ടോ നിലവിൽ? നിലവിൽ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ ഇല്ല. ഇവർക്ക് 42 വയസ്സുണ്ട്. വളാഞ്ചേരി സ്വദേശിയാണ്. ഒരാഴ്ചയോളമായി പനി ഉണ്ടായിരുന്നുവെന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതനുസരിച്ചാണ് ഇവർ ആശുപത്രിയിൽ എത്തുന്നത്. പിന്നാലെ ശ്വാസതടസ്സവും അനുഭവപ്പെട്ടു. ഇതാണ് ഒരു സംശയത്തിന് ഇടയാക്കുന്നത്. തുടർന്ന് സ്രവമെടുത്ത് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. നിപ്പയുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ തന്നെയാണ് ഇവർക്കെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്തുന്നത്. ഈ മലപ്പുറം കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ചും ഒരു ഇടവേളകളിൽ ഇപ്പോൾ ഇങ്ങനെ നിപ്പ കേസുകൾ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും ഇപ്പോഴൊക്കെ ഉണ്ടാകുന്ന ഈ വൈറസ് അത് വീര്യം കുറഞ്ഞതാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ കണ്ടതിനെ അപേക്ഷിച്ച്. അപ്പോൾ ആ നിലയിൽ ഒരു ആശങ്ക ഉണ്ടാകേണ്ട സാഹചര്യം ഇല്ല എന്ന് കരുതാം, അല്ലേ സ്വാലിഹ്? തീർച്ചയായും നേരത്തെ വണ്ടൂരിലും അതിനു മുമ്പ് കൊണ്ടോട്ടിയിലുമാണ് ഇത്തരത്തിൽ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇത് വളാഞ്ചേരി സ്വദേശിക്കാണ് ഇപ്പോൾ നിപ്പ സംശയിക്കുന്നത്. ആരോഗ്യ വകുപ്പ് ഇത് നിപ്പയാണെങ്കിൽ സ്വീകരിക്കേണ്ട മറ്റു നടപടിക്രമങ്ങളിലേക്കൊക്കെ കടക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 4:30 ആരോഗ്യ വകുപ്പ് മന്ത്രി മലപ്പുറത്ത് എത്തിച്ചേരും, കലക്ടറേറ്റിലേക്ക് എത്തിച്ചേരും. അതിനുശേഷം ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും തുടർ നടപടികളെ കുറിച്ചുള്ള ചർച്ചയും ഉണ്ടാവും. ശരി സ്വാലിഹ്, അതായത് ഒരു സംശയം വന്ന സാഹചര്യത്തിൽ തന്നെ ആരോഗ്യ വകുപ്പിന്റെ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആരോഗ്യമന്ത്രി ഉടൻ തന്നെ ഇവിടേക്ക് എത്താനുള്ള ക്രമീകരണങ്ങളും ഉണ്ടല്ലേ? എത്ര ദിവസമായി ഇവർ ചികിത്സയിലായിരുന്നു സ്വാലിഹ്? ഒരാഴ്ചയോളമായി ഇവർ ചികിത്സയിലാണ് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി ഇന്ന് പാലക്കാട് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് നേരെ മലപ്പുറത്തേക്ക് തിരിക്കുന്നത്. 4:30 എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് നിപ്പയാണ് എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് മറ്റു നടപടിക്രമങ്ങളിലേക്കെല്ലാം ആരോഗ്യ വകുപ്പ് ഇപ്പോൾ തന്നെ കടക്കുന്നത്.